ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാനും എൻ്റെ കൂട്ടുകാരനും ചേർന്ന് എൻ്റെ സ്കൂളിലെ ശാസ്ത്രമേളയ്ക്ക് ഉണ്ടാക്കിയ ഒരു റോക്കറ്റിനെ കുറിച്ചാണ്. അത് പറന്നോണ റോക്കറ്റൊന്നും അല്ല, ഒരു സ്റ്റിൽ മോഡൽ. ഇതാണ് ആ റോക്കറ്റ്. ഇതൊരു ISRO റോക്കറ്റിൻ്റെ മോഡലൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കറുത്ത ഭാഗം ഞാൻ പേടകത്തിൻ്റെ അതായിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഈ സാധനം ഉണ്ടല്ലോ, അത് മറ്റേ ആകാശത്തോട്ട് എരിഞ്ഞു വീണതും, ബാക്കിയെല്ലാം അങ്ങനെ തന്നെ. ഈ വെള്ളഭാഗം മാത്രം ഉണ്ടല്ലോ, ഈ വെള്ളഭാഗം, അതിന് മാത്രമായിട്ട് ഞാൻ ഒരു ചാർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ ചാർട്ടിൻ്റെ ഇത് വന്നിട്ടുണ്ട്. ഈ കറുത്ത ഈ പേടകത്തിൻ്റെ അത് ഞാൻ കളർ പേപ്പറാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ഇന്ത്യൻ ഫ്ലാഗ് ആണ്. ഇതെൻ്റെ ബൂസ്റ്റർ. ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ വലിയൊരു വൃത്തങ്ങളൊക്കെ വരച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ കൂട്ടുകാരനാണ് എനിക്ക് ഈ വൃത്തങ്ങളൊക്കെ വരച്ച് തന്നത്. ഇതിൻ്റെ അടിയിലത്തെ സ്റ്റാൻഡിൽ ഞാൻ ഒരു പേപ്പറും കൂടെ വെച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ബൂസ്റ്ററിന് ഇങ്ങനെ നിൽക്കാം. പക്ഷേ ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കില്ല, ഇതിനെന്തെങ്കിലും സപ്പോർട്ട് വേണം, എന്നാലേ ഇതിങ്ങനെ നിൽക്കുള്ളൂ. ഇത് ആദ്യമൊക്കെ നല്ല നിവർന്ന് നിൽക്കുമായിരുന്നു, ഇപ്പോൾ അങ്ങനെ നിവർന്ന് നിൽക്കില്ല. അതിന് കുറേ ഡബിൾ സൈഡ് ടേപ്പ് എനിക്ക് അത്യാവശ്യമായിട്ട് വന്നു. അത് ഞാനൊരു കാർഡ്ബോർഡ് പീസ് എടുത്തതിന് ശേഷം അതിൽ കുറേ ഡബിൾ സൈഡ് വെച്ചാണ് അന്ന് ഒട്ടിച്ചിരുന്നത്. പക്ഷേ എനിക്ക് ശാസ്ത്രമേളയ്ക്ക് കിട്ടിയില്ല. ഇനി ഞാൻ ശാസ്ത്രമേളയ്ക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിൽ അടുത്തൊരു ഡൈ പ്രോജക്ട്സ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.